ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടു കാണും. വീക്കെൻഡ് എപ്പിസോഡ്, അതായത് മോശമില്ലാത്ത ഒരു എപ്പിസോഡ്. പക്ഷെ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയെക്കുറിച്ചും സംസാരിക്കാനുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി പോയ മത്സരാർത്ഥികളെല്ലാം കൂട്ടത്തോടെ അകത്തോട്ട് കയറുന്നുണ്ട്. പി ആർ ടീംസ് എല്ലാം കൂടെ കയറുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാനുണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ ലോങ് ആയി പോയേക്കാം. മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ്. ആരോടാണ് കൂടുതൽ ഇഷ്ടം ഈ വീട്ടിൽ നിന്നിടത്തോളം ഇപ്പോൾ ഉള്ളവരിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് ഹാർട്ടിന്റെ ഒരു സിമ്പൽ ഇട്ട് ഫോട്ടോ പതിച്ചിട്ടുള്ള ഒരു ലവ് ചിഹ്നം അത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ആർക്കാണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാം, എന്തുകൊണ്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതില് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം ഈ ആദില, നൂറ, അതുപോലെ തന്നെ അനുമോളാണെങ്കിൽ ഇത് ആദ്യമേ കൊണ്ടുവന്ന് ആദിലയ്ക്ക് കൊടുക്കുന്നു. ഞാൻ പറയുന്നത് മൊത്തം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആദിലയ്ക്ക് കൊടുക്കുന്നു, എന്നിട്ട് അനുമോള് പറയുന്നു തെറ്റുകൾ പറ്റുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോഴാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്തുണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ ആദിലയ്ക്കും നൂറയ്ക്കും കൊടുക്കാനാണ്, രണ്ടുപേർക്കും കൂടെ കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ലാലേട്ടൻ പറയുമ്പോൾ അത് ആദിലയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം നൂറയാണെങ്കിലും ആദിലയാണെങ്കിലും ഈ പറയുന്ന പോലെ അനുമോൾക്കാണ് കൊടുക്കുന്നത്, ഇഷ്ടമാണെന്നുള്ള രീതി. അപ്പോഴത്തെ ആദില പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നൂറ എൻ്റെ പാർട്ണറാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നിയത് അനുമോളെയാണ്. അനുമോള് തെറ്റുകൾ ചെയ്താലും ഞങ്ങൾ തെറ്റ് ചെയ്താലും അനുമോള് പറഞ്ഞു തരാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. എനിക്ക് ഈ ആദില പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ കഴിയാത്തത്, ആദില ഇന്ന് ഒരെണ്ണം പറയും, നാളെ മറ്റൊന്ന് മാറ്റി പറയും. എന്ന് വെച്ചാൽ ആദിലയുടെ സ്വഭാവമാണത്. അതുപോലെ തന്നെ നൂറയും. എനിക്ക് ഇവർ രണ്ടുപേരെയും വിശ്വാസമില്ല. ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും ദിവസം കളിച്ചു വന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇവർ അഭിപ്രായങ്ങൾ മാറണമെങ്കിൽ അതെന്തായാലും ഇനി ഒരാഴ്ച കൂടെ ഉള്ളോ പോകാൻ എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവരിലൊക്കെ ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഇവരുടെ മനസ്സിലുള്ള ദേഷ്യമോ സങ്കടമോ ഒന്നും എടുത്ത് കളഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ അനുമോൾ അവിടെ റിയൽ ആണ്. ആദില അനുമോളെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അനുമോൾ സത്യത്തിൽ കരയുന്നുണ്ട്. ലാലേട്ടനും അത് കേട്ടിട്ട് വിഷമം വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ലാലേട്ടൻ ചിലപ്പോൾ ചിന്തിച്ചു കാണും, എന്റെ അനുമോളെ നീ ഇവരെയൊക്കെ കിടന്ന് വിശ്വസിക്കുന്നല്ലോ, ഇവരല്ലേ നിനക്ക് എട്ടിന്റെ പണി തന്നുകൊണ്ടിരുന്നത്, ഇപ്പോഴും നീ അവരെ വിശ്വസിക്കുകയാണല്ലോ, നീ ജെന്യുവനായിട്ട് നിന്ന് വിശ്വസിക്കുന്നു, പക്ഷെ അവർ നിന്നെ ജെന്യുവനായിട്ടല്ലായിരുന്നു നിന്നെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിലായിരിക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ പറയുന്ന ആദിലയാണെങ്കിലും നൂറയാണെങ്കിലും ശരിക്കും പിന്നിൽ നിന്ന് കുത്തേണ്ട ഒരു അവസ്ഥ ഇനി ഉണ്ടായാലും ഈ പറയുന്ന അനുമോളെ കുത്തിയിരിക്കും. പക്ഷെ അനുമോൾ അങ്ങനെയല്ല. അനുമോൾ ഇവരെ ഒരുപാട് വിശ്വസിക്കുന്നു. അത് അനുമോളുടെ കുഴപ്പമല്ല, അനുമോളുടെ ക്യാരക്ടർ നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് അനുമോള് വിശ്വസിക്കുന്നവരെ കൂടുതലെങ്ങ് അവർ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോഴും നമ്മൾ കണ്ടുള്ളതാണ് അനുമോൾ ഇവരെ കുറിച്ച് ആരോടും പോയി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരാണ് ഓടി നടന്ന് അനുമോളെ നെഗറ്റീവ് ആയിക്കൊണ്ടിരുന്നത്. അതിൽ ആദില പറയുന്നത് അതൊരു വീക്കെൻഡ് എപ്പിസോഡിലേക്ക് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ലാലേട്ടൻ മുന്നേ ഒരു നാടകം കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. അതൊരു ബെസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അനുമോളുടെ ഭാഗത്തുനിന്ന് ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും അനുമോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ വെളിയിൽ വന്നു കഴിയുമ്പോൾ അനുമോൾക്ക് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാകും. ഇല്ലെങ്കിൽ വീട്ടുകാർ മനസ്സിലാക്കി കൊടുക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. മറ്റൊന്നുമല്ല, ഇവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാൻ. ഇതിപ്പം എല്ലാവരും കാണുമ്പോൾ ചിലപ്പോൾ പറയുമായിരിക്കാം, ഇപ്പൊ ഗെയിം എല്ലാം കഴിഞ്ഞില്ലേ, അത് ഗെയിമിന്റെ ഭാഗമല്ലേ, അവരങ്ങനൊന്നുമല്ല, വെളിയിൽ പോയാലും അവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ അനുമോള് പോയിട്ട് വെളിയിൽ പോയിട്ട് എപ്പിസോഡൊക്കെ കണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടുകാരാണെങ്കിലും ആരെങ്കിലും കൂട്ടുകാരാണെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കും ഇവർ പിന്നിൽ നിന്ന് കുത്ത കാര്യങ്ങളും എല്ലാം. പക്ഷെ ഇവിടുന്ന് പിന്നിൽ നിന്ന് ഇവരെ കുത്താതെ കളിച്ചത് ഈ അനുമോള് തന്നെയാണ്. പക്ഷെ അവര് ഇപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അക്ബറുമായിട്ട് വെളിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെയും ആദില ചോദിക്കുന്നുണ്ട്, അനുമോൾക്ക് വെളിയിൽ നല്ല നെഗറ്റീവ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ ഇപ്പോഴും അനുമോൾക്ക് നല്ല നെഗറ്റീവാണ്. അനുമോളെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. മറ്റൊന്നുമല്ല, ഇവർക്ക് അസൂയൊക്കെയാണ്. അപ്പം എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനോട് എനിക്കെന്തോ ഒരു സത്യാവസ്ഥ തോന്നുന്നില്ല. ആദിലയുടെയും നൂറയുടെയും ഒരു ഫ്രണ്ട്ഷിപ്പ് അനുമോളോടുള്ളത് റിയൽ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനുമോൾ തിരിച്ച് റിയൽ ആണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. എന്തായാലും ഇനി വെളിയിൽ വന്നിട്ട് അവർ തീരുമാനിക്കട്ടെ. അതുപോലെ തന്നെ ഷാനവാസ് ഇത്രയും ദിവസം അവിടെ ഗെയിം കളിച്ചിട്ട് ഷാനവാസിന് അവിടെ ആരെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഷാനവാസ് ഒരു ഗെയിമർ ആണെന്ന് ചോദിച്ചാൽ ഗെയിമറാണ്, ഗെയിമർ അല്ലേ എന്ന് ചോദിച്ചാൽ ഗെയിമർ അല്ല. എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പറയുന്നതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത ഒരാളാണ്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അവിടെ ചില കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചു, അങ്ങനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ വലിയൊരു ഗെയിമറാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അനീഷിനെയും അനുമോളെയും നെവിനെയും ഒക്കെ വെച്ച് നോക്കിയാൽ അതിനും താഴെയാണ് ഷാനവാസിന് ഈ അനുമോളോട് നല്ല ദേഷ്യമുണ്ട്. ഷാനവാസും അനുമോളും തമ്മിൽ ആദ്യമൊക്കെ നല്ല സൗഹൃദത്തിലായിരുന്നു. ആ സമയത്ത് ഒരു തെറ്റിദ്ധാരണയുടെ മേളിലാണ് ഷാനവാസിനെ ഇട്ടുകൊടുത്തെന്നും ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ഷാനവാസ് കണ്ടതുപോലെയല്ല അനുമോള് കണ്ടതെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഷാനവാസിന് ഈ പറയുന്ന അനുമോളോട് ദേഷ്യം ഉണ്ടായിരിക്കുന്നത്. ആ ദേഷ്യം ഇപ്പോഴും കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉള്ളവരെല്ലാം ഇപ്പോഴും ഈ പറയുന്ന അനുമോൾക്കെതിരെയാണ്. അനുമോൾക്കെതിരെ തന്നെയാണ് അവർ ഗെയിം കളിക്കുന്നത്. അനുമോളുടെ പേര് എവിടെ കേട്ടാലും അവർക്കൊരു പുച്ഛഭാവവും പുച്ഛിച്ചൊരു പുഞ്ചിരിയും അല്ലെങ്കിൽ അനുമോളെ എങ്ങനെ ഇട്ട് കൊടുക്കാം, ഇതൊക്കെയാണ് അവർ ഇപ്പോഴും ഈ ലാസ്റ്റ് നിമിഷത്തിലും ഇവരെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, അനുമോൾക്ക് ഒരു ഫാൾട്ട് ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഈ ആദിലാണെങ്കിലും നൂറയാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ആരാണെങ്കിലും ഇനി ഒരാഴ്ച ഉള്ളെന്ന് പറഞ്ഞാൽ അവർ കയറി അറ്റാക്ക് ചെയ്യും. ഇനി വരുന്നവരായിക്കോട്ടെ അവരും ഇവരുടെ കൂടെ ചേർന്ന് മിക്കവാറും അനുമോൾക്ക് വലിയൊരു ഹ്യൂജ് ഫാൻസിനെ ഉണ്ടാക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഷാനവാസിന് ഒട്ടും ബോധമില്ല എന്നുള്ള കാര്യമാണ്. അവിടുത്തെ ഒരു ഗെയിമിനെ വിലയിരുത്തുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണ്. ഷാനവാസ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അനുമോളും അനീഷും തമ്മിലുള്ള ആ ഒരു ലവ് കോംബോ പിടിക്കാൻ നോക്കിയല്ലോ ഈ അനീഷ് തന്നെ തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. ആ പറഞ്ഞത് തന്നെ ലാലേട്ടൻ വന്ന് ഇവിടെ ചോദിക്കണമെന്ന് പറഞ്ഞ് അനുമോൾ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് ഈ പറഞ്ഞ ഷാനവാസ് പറയുന്നത്. ഇത്രമാത്രം ബോധമില്ലാതെയാണോ സംസാരിക്കുന്നത്? അവിടെ അനുമോളാണോ ഇതെടുത്തിട്ടത്? അനുമോളും അനീഷും കൂടെ അവിടുന്ന് സംസാരിക്കുന്നു. അതെന്താണ് ആ സാഹചര്യം? ആദിലെയും നൂറയുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കി. അതുപോലെ തന്നെ പലരും കോർണർ ചെയ്യാൻ തുടങ്ങി. ആരും അനുമോളോട് മിണ്ടാതായി, അനുമോളും അങ്ങോട്ട് മിണ്ടാതായി. ആ സമയത്ത് അനീഷാണ് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അനീഷിനോട് അവിടെ പോയിരുന്ന ആട്ടുതൊട്ടിലിൽ ഇരുന്ന് സംസാരിച്ചത്. അപ്പോൾ അനീഷാണ് ഈ വിഷയം എടുത്തിടുന്നത് അങ്ങോട്ട്. അപ്പൊ അനീഷല്ലേ ഇട്ട് കൊടുക്കേണ്ടത്? ഇട്ട് കൊടുത്തത്? അല്ലെങ്കിൽ അനീഷ് ലാലേട്ടൻ വന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് അനീഷ് ഇട്ട് കൊടുത്താന്ന് പറയാൻ പറ്റത്തില്ലേ? അപ്പം അതും അനുമോളുടെ തലയിലേക്കാണ് എടുത്തിട്ടത്. ലൈവ് കണ്ടവർക്കും എപ്പിസോഡ് കണ്ടവർക്കും എല്ലാം കൃത്യമായിട്ട് അറിയാം അനീഷ് തന്നെയാണ് അത് എടുത്തിട്ടതെന്നുള്ളതും അനുമോൾ അങ്ങനെ ലാലേട്ടൻ വന്ന് ചോദിക്കണമെന്നുള്ള ഒരു ഇന്റൻഷനിലോ ഒന്നും അത് ചെയ്തിട്ടില്ലെന്നും. അതാണ് ഞാൻ പറഞ്ഞത്. ഷാനവാസിന് ഈ അനുമോളോട് നല്ല തരത്തിലുള്ള ദേഷ്യമുണ്ട്. അത് പഴയ ഒരു കാര്യമായിരിക്കാം. ഇപ്പം നമ്മൾ പറയും അക്ബർക്ക് നേരിട്ടുള്ള അറ്റാക്ക് ആയിരുന്നു. അക്ബർ ആണെങ്കിലും നെവിൻ ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അനുമോൾക്കെതിരെ നേരെ നിന്ന് ഗെയിം കളിച്ചവരാണ്. നമ്മൾ അവരെ ആ ക്വാളിറ്റിയെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പക്ഷെ ഈ ഷാനവാസ, ആദില, നൂറ ഇവരെല്ലാം പിന്നിൽ നിന്ന് ഗെയിം കളിച്ചവരാണ് കുത്താൻ വേണ്ടി. എന്തായാലും ഷാനവാസിന്റെ തെറ്റിദ്ധാരണ മാറണമെങ്കിൽ ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വെളിയിലിറങ്ങി വന്നു കഴിയുമ്പോൾ ഷാനവാസിന് കൃത്യമായിട്ട് മനസ്സിലാവും ഷാനവാസിന് വന്ന ഫാൾട്ട് എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഷാനവാസിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ ഈ ഇവിടെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ടാസ്കിൽ തന്നെ അവിടെ ഷാനവാസ് കൃത്യമായിട്ട് ഈ അനുമോളെ കോർണർ ചെയ്യുന്നുണ്ടായിരുന്നു. ഷാനവാസ് പറയുന്ന ഒരു കാര്യം, അനുമോള് പക്ക ഗെയിമറാണ് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നു സത്യസന്ധതയില്ല, സഹാനുഭൂതിയില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല, ഒരു എന്റർടൈനർ അല്ല. ഇതൊക്കെയാണ് അവിടെ ഷാനവാസ് പറഞ്ഞത്. അതിൽ സഹാനുഭൂതി ഇല്ല എന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞൊരു കാര്യം, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആർക്കും ഭക്ഷണം കൊടുക്കാൻ പോലും മനസ്സില്ലാത്ത ഒരാളാണ് അനുമോളെന്ന്. ഈ വീഡിയോ കാണുന്ന ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ പറയൂ, അങ്ങനെ അനുമോൾ ചെയ്തിട്ടുണ്ടോ? അനുമോൾ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും എപ്പോൾ കിച്ചണിൽ ഉണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ട് ഭക്ഷണ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ കാണിച്ചിട്ടില്ല. ഭക്ഷണം വയറു നിറയെ കൊടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഭക്ഷണത്തിന്റെ പേരിൽ അനുമോളോട് അങ്ങോട്ട് പോയാണ് എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത്. അനുമോളത്തുള്ള വാശി വൈരാഗ്യത്തിൽ കിച്ചണിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അനുമോളെ ടച്ച് ചെയ്താലേ കണ്ടന്റ് ഉണ്ടാകൂ എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അനുമോളോട് പോയി കോർണർ ചെയ്യുകയാണ്. എന്നിട്ട് അത് വളച്ചൊടിച്ച് വേറെ രീതിയിലേക്ക് ആക്കും. ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അനുമോൾ ആർക്കാണ് ഫുഡ് കൊടുക്കാതിരുന്നത്? ഫുഡിന്റെ കാര്യത്തിലാണ് അനുമോളോട് വിഷയം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അനുമോൾ ആർക്കും ഫുഡ് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഫുഡിന്റെ കാര്യത്തിൽ അങ്ങ് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവരെടുത്ത് പറഞ്ഞ നെവിന്റെ വിഷയമായിരിക്കാം. അന്ന് അക്ബറും ആര്യനും പറഞ്ഞിട്ടാണ് അവിടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ പറഞ്ഞ അനുമോൾ. അതിനുശേഷം അനുമോൾ അവിടെ അകത്ത് കൊണ്ടുപോയി ആദിലയ്ക്കും നൂറയ്ക്കും കൊടുക്കാൻ പോയപ്പോൾ നെവിൻ കയറി പിടിക്കാൻ വന്നപ്പോൾ അനുമോൾ പറഞ്ഞു എനിക്ക് തരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു, എടുത്ത് കഴിച്ചു. ഇനി അതാണോ എന്ന് അറിയത്തില്ല ഷാനവാസിന്റെ മനസ്സിൽ കിടക്കുന്നത്. അത് ഞാൻ പറഞ്ഞ ഷാനവാസിന് എല്ലാം ഉൾട്ടയാട്ടെ ഇപ്പൊ തിരിയുന്നത്. ലാസ്റ്റ് നിമിഷമായപ്പോൾ മൊത്തത്തിൽ ഉൾട്ടയായിട്ടുണ്ട് ഈ പറയുന്ന ഷാനവാസിനെ നെവിൻ ആ പാലിന്റെ ബോട്ടിലെടുത്ത് എറിഞ്ഞപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ അവർക്കെതിരെ നിൽക്കാൻ, ചങ്കൂറ്റത്തോടെ നിൽക്കാൻ അനുമോളെ ഉള്ളായിരുന്നു. അതിന്റെ കൂടെയാണ് പിന്നെ ആദിലയും നൂറയും ചേർന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ സമയത്തും അനുമോൾ ഷാനവാസിന് വേണ്ടി ശരിക്കും വാദിച്ച ആളാണ്. വേണമെങ്കിൽ അതും ഇനി ഗെയിമാന്ന് പറഞ്ഞു കളയും. അവിടെ ഷാനവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അനുമോൾ ഗെയിമർ ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും അത് സമ്മതിച്ചല്ലോ ഗെയിമർ ആണെന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞ ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഞാൻ എന്റെ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഗെയിം കളിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഗെയിം കളിച്ചിട്ടുണ്ട്. അനുമോളിൽ നിന്ന് ഇവര് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അനുമോൾ അതിനെതിരെ പ്രതികരിക്കുന്നു. ആ പ്രതികരിക്കുന്നതിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരാണ് അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നത്, PR വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക.
നൂറയാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സങ്കടത്തിലാണ്. നൂറയ്ക്ക് ഇനി എങ്ങനെയെങ്കിലും ടോപ്പ് 5 വരണം. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഗെയിം കളിച്ചത്? ഇങ്ങനെ എനിക്ക് ഫിനാലെ വീക്കിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു ഞാൻ ഗെയിം കളിച്ചത്. ഞാൻ ഈ ആഴ്ച എവിക്ഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പുറത്താകുമായിരുന്നു എന്നൊക്കെ ആദിലയോടും അനുമോളോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ പറഞ്ഞ നൂറ. നൂറയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നൂറ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ടോപ്പ് 5-ലാണെന്നാണല്ലോ. അതിന്റെ അഹങ്കാരമാണല്ലോ ഈ പറഞ്ഞ അനുമോളോട് ഉൾപ്പെടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്, ഈ ആദിലയുടെയും നൂറയും ഫ്രണ്ട്ഷിപ്പ് ഈ അനുമോൾക്ക് പറ്റിയതല്ല എന്ന് ഞാൻ പറയാൻ കാര്യം തന്നെ ഇതാണ്. എന്ന് വെച്ചാൽ അവർക്കൊരു ടോപ്പ് 5 എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടിയപ്പോൾ തന്നെ അവർ വായിൽ വന്ന് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്? നിനക്ക് കാറുള്ളതിന്റെ അഹങ്കാരമാണ്, നിനക്ക് കുറച്ച് ഫെയിം ഉള്ളതിന്റെ അഹങ്കാരമാണ്. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വെളിയിൽ വന്നതാണ്. പക്ഷെ അനുമോൾ ആരോടും അങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ടോപ്പ് 5-ലാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ തന്നെ അവർ ഇത്രയും വിഷയങ്ങൾ, അതും അനുമോൾക്കെതിരെ തന്നെ കോർണർ ചെയ്യുന്ന, അതൊരു വാശി വൈരാഗ്യം എല്ലാം മനസ്സിലുണ്ടായിരുന്നതെല്ലാം വെളിയിലെടുത്തിട്ട് അനുമോളെ കോർണർ ചെയ്തിരുന്നു ഇവര്. ഇപ്പോൾ ടോപ്പ് 5-ലല്ല എന്ന് ലാലേട്ടൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഡൗൺ ആയി. തെറ്റിദ്ധാരണയിൽ ഉണ്ടായതാണ്. ടോപ്പ് 5-ലാണെന്ന് വിചാരിച്ചാണല്ലോ ഇതൊക്കെ ചെയ്തത്. അപ്പം അത് എന്തായാലും കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ ഇതിനാണ് വേണ്ടിയാണ് ഗെയിം കളിച്ചത്, ഇത് ചെയ്തത് ശരിയല്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ബിഗ് ബോസ് അവിടെ ടാസ്ക് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് ഫിനാലെ വീക്കിലേക്കുള്ളതാണെന്ന്. പക്ഷെ ഇവര് തെറ്റിദ്ധരിച്ചതിന് ബിഗ് ബോസ് ഉത്തരവാദി അല്ലല്ലോ. ഇപ്പോൾ ശരിക്കും ആ ചെയ്തതിലും എല്ലാം നെഗറ്റീവ് തോന്നുന്നുണ്ട്. പക്ഷെ അത് നെഗറ്റീവ് ആണെന്ന് പറയുന്നില്ല, അഹങ്കാരത്തിൽ നിന്ന് വന്നതാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് പറയാനുള്ളത് സാബുമാന്റെ എവിക്ഷൻ. എന്തായാലും സാബുമാൻ ഇപ്രാവശ്യമെങ്കിലും പോയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഒരു വാഴ അവിടുന്ന് തളിർത്ത്, എന്ന് വെച്ചാൽ വളമിട്ട് തളിർത്ത് 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 കൊല തരാനുള്ള സമയം, കൊല വരെ വന്നു. അതിനകത്ത് നല്ലൊരു കൊല വരെ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊരു വാഴ, ആ വാഴ ഇത്രയും ദിവസം നിന്നതിൽ എന്താണെങ്കിലും എനിക്ക് വാഴയായിട്ടാ തോന്നിയത് കേട്ടോ. എന്ത് ഗെയിം അവിടെ കളിച്ചു. ആദ്യത്തെ ആ ഒരു 1-2 ടാസ്കുകളിൽ മാത്രം കുറച്ച് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ല നല്ല കളിക്കാർ വെളിയിലാകുമ്പോഴും സാവുമോൻ അവിടെ നിന്നിരുന്നു. സാവുമോൻ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കാം, വെളിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏത് രീതിയിലുള്ള സപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസിനോട് മറ്റേ പഴയ കണ്ടസ്റ്റൻസ് എല്ലാം വെളിയിൽ പോയപ്പോൾ, നല്ല കണ്ടസ്റ്റൻസ് എല്ലാം വെളിയിൽ പോയപ്പോൾ സാവുമാൻ അവിടെ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ സാവുമാൻ കപ്പടിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് പേര് വോട്ട് ചെയ്തിരുന്നു. പിന്നെ ഈ ശാന്ത സ്വഭാവം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് ഉണ്ടാകും, എന്നാലും അവർ വോട്ട് ചെയ്തു. പക്ഷെ അവിടെ സാവുമാൻ ക്യാമറയിൽ തന്നെ കണ്ടെടുക്കാൻ 2 ആഴ്ച എടുത്തിരുന്നു. ക്യാമറ തന്നെ തപ്പി നടന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നു. കണ്ടന്റ് എന്ന് പറയാൻ ഒന്നും തന്നിട്ടില്ല. ഞാൻ പറഞ്ഞതുപോലെ വാഴയായിട്ട് തന്നെയാണ് അവിടെ നിന്ന്. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. പിന്നെ തന്നെ ഇവന് തന്നെ അറിയത്തില്ല ഇവൻ എന്താ പറയുന്നത് എടുക്കുന്നതെന്നൊന്നും. പക്ഷെ എന്തായാലും ഒരു കോമാളിയെ പോലെയാണ് അവിടെ നിന്നായിട്ട് എനിക്ക് തോന്നിയത്. അപ്പം എവിക്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു, എപ്പോൾ ഇത് ഔട്ടാവും, ഇല്ല ഇനി സാവുമോ കപ്പം കൊണ്ട് പോകുമോ എന്ന് പോലും സംശയിച്ച ആൾക്കാരുണ്ടായിരുന്നു. ചുമ്മാ നിന്നിട്ട് കപ്പം കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞാലും ആലോചിച്ച് നോക്കി, ആ ഒരു സിറ്റുവേഷനിലൊക്കെ പോകുമോ എന്ന് വരെ പലരും ചിന്തിച്ചിരുന്നു. എന്തായാലും അത് നടന്നില്ല. സാബുമാൻ അങ്ങനെ ഔട്ടായി. ഇനി മറ്റൊരു കാര്യം, പ്രൊമോ കണ്ടു കാണും. നമ്മളുടെ ശാരിക ഉൾപ്പെടെ, അതുപോലെ തന്നെ സരിക, അതുപോലെ അപ്പാനി, ഇവരെല്ലാം ആണ് അകത്ത് കയറുന്നതായിട്ടാണ് നമ്മളെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും PR വർക്കേഴ്സ് എല്ലാം അകത്തോട്ട് കയറുന്നുണ്ട്. ഇവരെല്ലാം കോർണർ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന അനുമോളയായിരിക്കും. ഇനി അപ്പാനി വന്നിട്ട് എന്താണ് അക്ബറിനോട് പറയാൻ പോകുന്നത് നമ്മളിപ്പോ പറഞ്ഞുതരാം. അക്ബറാണ് ഇവിടുത്തെ വലിയ ഗെയിമർ, നീയാടാ ഗെയിമർ, നീയാ കപ്പെന്ന് പറയും. അത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് പിന്നെ ഇപ്പോഴും ഇനി വെളിയിൽ വന്നിട്ട് ബോധം വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി അകത്ത് സംസാരിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ സരികയുടെ അവസ്ഥ എനിക്ക് അറിയത്തില്ല. സരിക കൂടുതലും എന്താ പറയുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ശാരിക ഉറപ്പായിട്ടും അനുമോളെ തന്നെ കോർണർ ചെയ്യും. PR-ന്റെ കാര്യം പറയും. ഞാൻ പറയുന്നത് ഈ കയറുന്നവരെല്ലാം ഇനി അനുമോളെ കോർണർ ചെയ്യാൻ പോകുന്നത് ഈ PR വിഷയങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. ഈ PR-ന്റെ വിഷയം എടുത്തിട്ടായിരിക്കും. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, അനുമോൾക്ക് PR ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് കേസ് കൊടു. ഇനിയിപ്പോ അതേ പറയാനുള്ളൂ. ഇനിയിപ്പോ കോർണർ ചെയ്യാൻ വേറൊന്നും ഇല്ലല്ലോ. പിന്നെ ഇനി ഇവരെടുത്തിടാൻ പോകുന്നത് ചിലപ്പോൾ അനീഷുമായിട്ടുള്ള ഒരു ലവ് സ്ട്രാറ്റജി ഇല്ലേ, അനീഷ് ഇപ്പൊ വെളിയിൽ കൊണ്ടുവന്ന ഒരു ലവ് സ്ട്രാറ്റജി, അതിനെ വെച്ച് വല്ലതും കോർണർ ചെയ്യുമോ, ഇനി അനുമോളോട് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുമോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അനുമോൾ അതിനകത്ത് നിരപരാധിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി ഇവരവിടെ എങ്ങനെ അതിനെ വളച്ചൊടിക്കുമെന്നൊക്കെ പറയാൻ പറ്റത്തില്ല. ഈ അകത്ത് കയറുന്നവരെല്ലാം വളച്ചൊടിയുടെ മെയിൻ ആൾക്കാരാണല്ലോ. ഇവർക്ക് ആർക്കും അനുമോളെ കണ്ടുകൂടാ. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ കണ്ടതാണ്, ഈ കയറിയവരെല്ലാം ഒരാളെയാണ് കോർണർ ചെയ്തുകൊണ്ടിരുന്നത്, അനുമോളെയാണ്. ഈ അവസാന നിമിഷവും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇവർ അനുമോളെ തന്നെ കോർണർ ചെയ്യണം. അനുമോൾക്കെതിരെ തന്നെ ഇവർ അകത്ത് പോയി ഗെയിം കളിക്കണം. കളിക്കുമ്പോഴേ അനുമോൾ എന്താണെന്ന് ഇവർക്ക് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അനുമോൾ ചിലപ്പോൾ അവിടെ ഡൗൺ ആകാം, കരയാം, ഇതെല്ലാം നടക്കും. എന്നുവെച്ചാൽ അനുമോളാണ് ഇവരുടെ എല്ലാം പ്രധാന ശത്രു. അത് അനുമോൾക്ക് ഗുണമേ ചെയ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവര് കൂടുതലും പറയാൻ പോകുന്നത് എന്താ, PR വർക്കുകൾ. പിന്നെ വെളിയിൽ പോയപ്പോൾ ഞങ്ങളെ ഒരുപാട് PR-കൾ ഞങ്ങളെ അങ്ങ് ആക്രമിക്കുകയായിരുന്നു.
ഒരുപാട് പേര് ഫെയർ ആയിട്ടുള്ള ഞങ്ങളൊക്കെ എന്തോ കളിക്കാരായിരുന്നു, ഞങ്ങളെയൊക്കെ അങ്ങ് പുറത്താക്കി, ഇവിടെ പി ആറിന്റെ പേരിലാണ് ഒരുപാട് പേര് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കാം അവിടെ ഇത് സംസാരിക്കാൻ പോകുന്നത്. ഇവരെന്തായിരുന്നെന്നും എന്തായിരുന്നു ഇവരുടെ ഗെയിം എന്നൊക്കെ ഉള്ളതും നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ അകത്തും ഇവര് പോയിട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങളെന്തോ വലിയ സംഭവമായിരുന്നു, ഞങ്ങൾ വെളിയിലൊക്കെ വലിയ സംഭവമാണെന്നൊക്കെ ആയിരിക്കും ഇവര് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കാൻ പോകുന്നത്. ഇതെല്ലാം കോർണർ ചെയ്യാൻ പോകുന്നത് അനുമോളിലേക്കായിരിക്കാം. എന്തായാലും അനുമോള് തന്നെ കാക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്തായാലും അനുമോൾ അവിടെ തന്നെ നിൽക്കട്ടെ, ഇവർ കോർണർ ചെയ്യട്ടെ. കൂടുതലും അനുമോളുടെ സപ്പോർട്ട് കൂടത്തേ ഉള്ളൂ ഇവര്, കാരണം ഇവരാണ് മെയിൻ PR എല്ലാ PR കൂടി ഒരുമിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോവുകയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം. അനുമോള് തന്നെ കാത്തോണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമോള് തന്നെ കാത്തോണം, വേറെ ആരുമില്ല. എന്ന് വെച്ചാൽ ഈ പറയുന്ന ആദില നൂറ വരെ ചിലപ്പോൾ ഇവര് കളിക്കുന്ന ഗെയിമിൽ ആദില നൂറ വരെ ഇനിയും ഡിഫറന്റ് ആയിട്ട് തിരിയാൻ ചാൻസ് ഉണ്ട് അനുമോൾക്കെതിരെ. എന്നുവെച്ചാൽ അവരുടെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ 2 എപ്പിസോഡിലായിട്ട് ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തത് ആരെയാണ്? നെവിനെയാണ്. നെവിന് കാശ് കൊടുത്തത് കണ്ടില്ലേ? നെവിന് വണ്ടിയിൽ പോയി 50,000 രൂപ എടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് അവിടെ നിന്നവരോടെല്ലാം ഷെയറും വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് അതിന്റെ ലോജിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം ഒരു പണിഷ്മെന്റ് കൊടുത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാതെ അവരുടെ കയ്യിൽ നിന്നും പിരിവെടുത്ത് പൈസ കൊടുക്കുന്നു, ഒരു പിരിവ് നടത്തി ലാലേട്ടൻ വന്നിട്ട്. അതൊന്നും എനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല. അപ്പൊ ആ പണിഷ്മെന്റ് ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ അനുമോളോട് ലെവിൻ കാണിച്ചത് കറക്റ്റ് ആയിരുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കിളി മാറിപ്പോയി എനിക്ക് ആ സമയത്ത്. ഇതെന്തുവാണ് ഈ ലാലേട്ടൻ ഈ കാണിക്കുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. ഇനി കയറാൻ പോകുന്നവരോടും കയറിയവരോടും ഒക്കെ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവിടെ നിങ്ങൾ എത്രമാത്രം അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അത്രമാത്രം അനുമോൾക്ക് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം. രണ്ടാമത്തെ കാര്യം, അനീഷിന്റെ ഭാഗം പറയുവാണെങ്കിൽ, അനീഷ് ഇപ്പൊ ഗെയിമിൽ നിന്ന് കുറച്ചൊക്കെ താഴോട്ട് പോയിട്ടുണ്ട്. കാരണം ഈ ലവ് സ്ട്രാറ്റജി തന്നെ അത് മൊത്തത്തിൽ അനീഷിന്റെ കയ്യിൽ നിന്ന് പോയി. അതിനെ വെളുപ്പിക്കാൻ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. ഞാൻ അനീഷ് ഒരു ഗെയിമർ അല്ലെന്ന് പറയത്തില്ല. അനീഷ് ഫസ്റ്റ് ഡേ മുതൽ ഈ ദിവസം വരെ ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. ആ ഗെയിമിൽ കുറച്ചൊക്കെ മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുണ്ട്. ഈ മസിൽ പിടിച്ചു നിന്ന ഈ അനീഷ് കുറച്ച് മസിൽ അയഞ്ഞപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഒരുപാട് 50 ദിവസം കഴിഞ്ഞപ്പോഴേ മാറി മാറി തുടങ്ങി. സംസാരത്തിൽ വ്യത്യാസങ്ങൾ വന്നു. നേരത്തെയൊക്കെ പറയും ഞാൻ സത്യമേ പറയൂ എന്ന് പറഞ്ഞിരുന്നു. ആ സത്യമല്ല എന്നുള്ള കാര്യങ്ങൾ പലതും ലാലേട്ടൻ വരെ വീക്കെൻഡ് എപ്പിസോഡിൽ തെളിയിച്ചു. PR കാര്യങ്ങൾ ഉൾപ്പെടെ. അതുപോലെ എന്നാണ് ബിഗ് ബോസ് താങ്കളെ കോണ്ടാക്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഞാൻ 3 ദിവസം മുന്നെയാണ് എന്നെ ബിഗ് ബോസ് കോണ്ടാക്ട് ചെയ്തത് എന്ന് പറയുന്ന ആ കള്ളത്തരം പൊളിച്ച് ലാലേട്ടൻ കൈ കൊടുത്തു. അങ്ങനെ പല വിഷയങ്ങളും. അപ്പോൾ മൊത്തത്തിൽ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അനീഷ് പൊളിഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പൊളിഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അനീഷിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. അനീഷ് കപ്പടിക്കാൻ യോഗ്യനാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് അനീഷിന്റെ റിയൽ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതുപോലെ തന്നെ അനുമോളെ കെട്ടിക്കാൻ നടക്കുന്ന ഫാൻസുകാരോടും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അനീഷിനെ കെട്ടാൻ അനുമോൾക്ക് സൗകര്യമില്ല. നിങ്ങൾ കൂടി വന്നാൽ അവർക്കെതിരെ ആക്രമണം നടത്തും, അത്രയല്ലേ ഉള്ളൂ. ഒരു പെണ്ണിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിപ്പിച്ച് കെട്ടിപ്പിക്കാൻ നടക്കുന്ന പോലെയാണ് ചില ഫാൻസുകാരൊക്കെ ഇപ്പം കമന്റും ഇതൊക്കെ ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ. അനുമോളുടെ ഭാഗം അവിടെ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞു. അത് കണ്ടവർക്കെല്ലാം അറിയാം. ചില റിവ്യൂവേഴ്സിനെ ഒഴിച്ച് ചില ചേച്ചിമാരായ റിവ്യൂവേഴ്സിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അനുമോൾ അവിടെ തുറന്നു പറഞ്ഞിട്ടില്ല എന്നൊക്കെയാ പറയുന്നത്. നമ്മളെല്ലാം കണ്ടതിൽ അനുമോൾ കൃത്യമായിട്ട് അനുമോളുടെ നിലപാട് അനുമോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. ചിലർ ചോദിക്കുന്നുണ്ട്, ഫ്രണ്ടിനോട് ഇങ്ങനെയൊക്കെ തമാശ പറയുമോ, ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നൊക്കെ. അതൊക്കെ ഒരു തമാശയാണ് അതിനകത്ത് കാണിച്ചത്. പിന്നെ തമാശ കാണിക്കത്തില്ലേ ഫ്രണ്ടിനോട് തമാശ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ഉടനെ തന്നെ അതെടുത്തിട്ട് എന്നോട് ഇഷ്ടമായിട്ടാണ് എന്നൊക്കെ വിചാരിച്ചാൽ അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രണ്ടിനോട് ഇങ്ങനെ കാണിക്കുമോ, ഒരു ഫ്രണ്ടിന് ഇത്രയും ആഗ്രഹങ്ങൾ കൊടുക്കുമോ, എന്ത് ആഗ്രഹം കൊടുത്തു? ഇതിന്റെ എല്ലാം പിന്നിൽ അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇതിന്റെ എല്ലാം പിന്നിൽ ആരായിരുന്നു? ഷാനവാസാണ് ഇത് ആദ്യം ഉണ്ടാക്കുന്നത്. ഷാനവാസാണ് ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അനീഷിന്റെ മനസ്സിൽ ഇങ്ങനത്തെ ആഗ്രഹം അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 50% ഷാനവാസിന് അവകാശപ്പെട്ടതാണ്. അതിന് അനുമോൾ കൃത്യമായ മറുപടിയും പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു പെണ്ണ് പറയേണ്ടത്? അപ്പൊ എന്തായാലും അവരിനി അകത്തോട്ട് പോയി ആദ്യമേ കാണിച്ചുകൊണ്ടിരുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ ഇനി കാണിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും അതോടെ നമുക്ക് മനസ്സിലാവും ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് കൃത്യമായിട്ട് എന്താണെന്നുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക്